ഇന്ന് നിങ്ങളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് കുറച്ചടുത്ത് സൗണ്ട് കിട്ടാൻ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളത് പള്ളി കാണിക്കാൻ കാരണം ഇപ്പോൾ കാക്കനാട് ചെമ്പൂക്കിലുള്ള സെൻറ്റ് മൈക്കിൾ ചർച്ച് അത് ഞങ്ങളുടെ ഇടവകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഇവിടെ പെരുന്നാൾ നടക്കുന്നതാണ് മെയ്. ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് മെയ് 11-ാം തീയതിയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ സമയം പെരുന്നാൾ നടക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായതാണ്. അതായത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സാധനങ്ങൾ സെറ്റ് വെച്ചിട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റും സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഇവർക്ക് ഡെയിലി ഇത് അഴിച്ച് മാറ്റി പിറ്റേ ദിവസവും സെറ്റ് ചെയ്യണ പരിപാടി നടക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ പള്ളിയുടെ മേളിലാണെങ്കിലും കോമ്പൗണ്ടിലും മൊത്തം ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചാണ്. അതും വില കൂടിയ ലൈറ്റുകളാണ്, നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ സ്കെച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത് നോട്ടം ഇട്ട് കുറേ ഹിന്ദിക്കാർ അല്ലെങ്കിൽ തമിഴന്മാർ ഈ ഉന്തുവണ്ടിയിൽ നടക്കണില്ലേ, അവർ കഴിഞ്ഞ തവണ ഹിന്ദിക്കാരെ ഞങ്ങൾ പിടിച്ചപ്പോൾ എത്രയാണ് 3 ചാക്കിലായിട്ട് ഇവൻ ഈ ലൈറ്റുകൾ പാക്ക് ചെയ്ത് വെച്ചേക്കണേ രാത്രി. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കി നിൽക്കാനൊരു എനിക്ക് തോന്നുന്നു 50 പേരെ പണിക്കാരെ നിർത്താൻ പറ്റൂലല്ലോ ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവർ നോക്കണതിനൊരു കണക്കുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ഉന്തുവണ്ടിയിലൊരു തമിഴരായിരുന്നു, അത് തമിഴാണ് കണ്ടിട്ടൊരു തമിഴ് ലുക്കാണ്. ഹിന്ദിക്കാരും ഉണ്ട്. പിന്നെ ഈ ഇവരുടെ ഒരു 2.5 ലക്ഷം രൂപ പുത്തൻ കേബിളായിരുന്നു. 2.5 ലക്ഷം രൂപയുടെ കേബിൾ കട്ട് ചെയ്ത് കൊണ്ടാണ് പോയിക്കണം. അത് ഞാനൊന്ന് കാണിച്ചുതരാം. ആദ്യം വാ ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതല്ലേ ഇതുണ്ടോ ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ കട്ട് ചെയ്തെടുത്തോണ്ട് പോയിക്കണേ. അതേപോലെ തന്നെ ജനറേറ്ററിന്റെ സൈഡും കാണിക്കാം. ജനറേറ്ററിന്റെ അവിടെ തന്നെ എടുത്തോ. ഇവിടെ ഉണ്ടോ ആ കൂടെ ഒന്ന് കാണിച്ചു. എത്ര രൂപയുടെ സാധനമാണ്, എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് അവർക്ക് ഇതിൻ്റെ ഇടയിൽ. ഇന്നാണ് ഇവിടെ പ്രോഗ്രാമുകളാണ്. ഇനി വൈകിട്ടത്തേക്ക് അത് റെഡിയാക്കുന്നത്. ജനറേറ്ററിൻ്റെയും കട്ട് ചെയ്ത് കൊണ്ടുപോയല്ലേ. ഇതുണ്ടോ. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പള്ളി കോമ്പൗണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഇത് ഇത്രയും ചെയ്യണമെങ്കിൽ അവർ വെളുപ്പിന് 4 മണിക്കായിട്ടല്ലോ, 4 മണിക്കാണ്. അപ്പോൾ 4 മണി കൊണ്ടിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ. ആ വിഷ്വലി ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം. വിഷ്വലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എടുത്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നടന്ന് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ഇതൊക്കെ നോട്ടുവിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഉന്തുവണ്ടിയിൽ വന്നവരെ സൂക്ഷിക്കുക. കാരണം അതിനകത്ത് ഇപ്പോൾ കുറച്ച് പോലീസുകാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം. ഈ ഉന്തുവണ്ടിയിൽ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടാണ് നടക്കണം. ഈ വാഴക്കാലത്ത് ഒരു തവണ ബാറ്ററി ബസ്സിൻ്റെ ബാറ്ററി എന്തോ 8 കൊണ്ടുപോയി പറഞ്ഞപ്പോൾ ഞാൻ പറയും ഈ ലൊക്കാലിറ്റി കാണുമെന്ന് ഞാൻ പറഞ്ഞു. വേറെ എങ്ങനെ നോക്കണ്ട, ഈ ലൊക്കാലിറ്റിയിൽ എവിടെയും കാണും. കാരണം ഇത് പൊക്കിക്കൊണ്ട് നടക്കാൻ അധികം പറ്റില്ല എന്നുള്ളത്. അന്നാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഉന്തുവണ്ടിയിൽ ഈ മോട്ടർ സെറ്റ് ചെയ്തിട്ടാണ്. ആ മോട്ടർ സെറ്റ് ചെയ്ത വണ്ടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്ത് വെയിറ്റുള്ള സാധനം കൊണ്ടായാലും വേണമെങ്കിൽ ഒരു ആലുവ അപ്പുറം കൊണ്ടാകാൻ പറ്റും ഒരു ദിവസം കൊണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ കണക്കൂട്ടിലൊക്കെ തെറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇത്രയും ആൾക്കാരുണ്ടായിട്ടും പക്ഷേ 4 മണി നേരത്ത് എല്ലാവരും കൂടെ ഉറക്കും വളരെ ചുരുക്കം വേണ്ടാണ്. അതിൻ്റെ ഇടയിലാണ് ഇത് സംഭവം നടന്നത്. 3:30 വരെ ഉണ്ടായല്ലേ. ഇച്ചിരി അടുത്തേക്കുന്നുണ്ട് സൗണ്ട്. അപ്പോൾ അതെ 4:15 3:15 വരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ 4:15 പോയത് ഏതാണ്ട് ആ സമയത്താണല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ മെയ് 11-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. മെയ് 11-ാം തീയതി വെളുപ്പിനെയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായി ഇങ്ങനെ കേബിൾ എന്തെങ്കിലും കണ്ണിപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെട്ടാലൊന്ന് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് വെക്കാമോ നമുക്ക് വീഡിയോയിൽ? ചേട്ടൻ്റെ നമ്പർ ഞാൻ വെച്ചേക്കാം. ചേട്ടൻ്റെ പേര് സോറി ചോദിച്ചില്ല. മണി. മണിച്ചേട്ടൻ്റെ നമ്പർ വെച്ചേക്കാം. പിന്നെ ഈ അടുത്ത് ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇതിന് മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. ഈ അടുത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ കാണാൻ പൊളിച്ചിട്ട് കാണയുടെ കേബിള് രാത്രി അടിച്ചുകൊണ്ട് പോകണേ. അതായത് ഈ റിഫ്ലക്ടർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ എയർടെലിൻ്റെ പണിക്കാരാണെന്ന്. രാവിലെ വന്നേക്കണം ഈ വെളുപ്പിന് വന്നേക്കണം വണ്ടി എന്ന് പറഞ്ഞാൽ AC-ൻ്റെ നല്ല വണ്ടിയിൽ 2 തമിഴന്മാർ വന്നിട്ടാണ് അടിച്ചുകൊണ്ട് പോകണത്. ഇവന്മാർ നിൽക്കണ ജാക്കറ്റും ക്യാപ്പൊക്കെ വെച്ച് നമ്മൾ കണ്ട റോട്ടിലെ പണിക്കാരെ പോലെ നിൽക്കണത്. അപ്പോൾ അങ്ങനെയും കുറേ ഇതൊക്കെയുണ്ട്. ആ വീഡിയോ ഞാൻ വിടാൻ മറന്നു പോയത്. എൻ്റെ മൊബൈലുണ്ടെന്ന് തോന്നിയത്. വേറൊരു ദിവസം ഞാൻ പുറത്തേക്ക് വിടാം. അത് രാത്രി അടിച്ചുകൊണ്ട് പോകണമായിരുന്നു കേബിൾ. അപ്പോൾ ഈ പറഞ്ഞാൽ രാത്രി ഇത് എയിം ചെയ്ത് ഇപ്പോൾ പള്ളിപ്പെരുന്നാൾ ഉത്സവങ്ങൾ ഇതൊക്കെ എയിം ചെയ്ത് പിരിഞ്ഞതിന് ശേഷമാണ് ഇവർ വെളുപ്പിനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതാണെങ്കിലും 2.5 ലക്ഷം രൂപയുടെ സാധനം എന്നല്ലോ ചേട്ടാ. അപ്പോൾ ഇതൊന്ന് ആരെങ്കിലും കണ്ണിൽ പെട്ടാൽ ഒന്ന് അപ്പോൾ തന്നെ ആ നമ്പറിലൊന്ന് വിളിക്കുക. ഇതൊന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. കാരണം അവർ അത്രയും വലിയ സാധനം ഇന്ന് വൈകിട്ടത്തേക്ക് അപ്പം എന്ത് ചെയ്യും? എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം. ഇതൊക്കെയാണ് പ്രശ്നം. അവരുടെ മാത്രമല്ല ഒരു പള്ളിപ്പരിപാടിയും കുളവോക്കണേണ്. അപ്പോൾ എല്ലാ രീതിയിലും അതെ ഇവിടുത്തെ നോക്കുമ്പോൾ ഒരു അല്ലേ പെരുന്നാൾ കുളവോക്കണേന് തുല്യമാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്താൽ ചിലപ്പോൾ മുന്നിൽ പെടും. കാരണം ഇന്ന് വെളുപ്പിനെ കൊണ്ടുപോയിക്കണേണ്. അപ്പോൾ ഒന്ന് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. വേറെ ഒന്നും പറയാനല്ലേ. നമ്പർ കൊടുത്തേക്കാം, അതിൽ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്കാണെങ്കിലും മെസ്സേജ് ചെയ്യുക കേട്ടോ. അതെ
ഇങ്ങനെയുള്ളവരൊന്നും ദ്രോഹിക്കല്ലേ കേട്ടോ. ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട്. ജനങ്ങളും കൂടി മുന്നോട്ട് ഇറങ്ങണം. ക്യാമറയുള്ള വീടുകളൊക്കെ സപ്പോർട്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, കൊച്ചാപ്പൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ എന്താണ് പലരുടെയും വീട്ടിൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. അവരവർ ചിന്തിക്കുക നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും. അപ്പോൾ ക്യാമറ വെക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക. ഇതല്ലട്ടോ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയ വീഡിയോ ആണ്, എൻ്റെ ബന്ധം കൂടിയാണ്. അല്ലാണ്ട് പലരും അത് ഹെൽപ്പ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറിൽ ചേട്ടൻ്റെ നമ്പർ കൊടുക്കേണ്ട, അതിലൊന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. വേറെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നുണ്ട്, ഇത് ഒറ്റ കട്ടിങ്ങാണ്. കട്ടറപ്പ് ഇവരേക്ക് കാണും, നല്ലൊരു പ്ലെയർ അല്ല. ഇതും മറ്റേതും കാണിച്ചാണ് നേരത്തെ. അപ്പോൾ ഈ കട്ടർ ആ വണ്ടിയിൽ ഇരിക്കണ കണ്ടാലും നിങ്ങൾക്കൊന്ന് സംശയിക്കാൻ കേട്ടാ പിന്നീട്. അപ്പോൾ അങ്ങനെ കട്ടറും കൊണ്ട് നടക്കണ കാണുമ്പോഴേ അതിന് വേണ്ടിയാണ് ഞാൻ അതും കൂടി പറഞ്ഞത്. ഇതുണ്ട് എന്തോരം വെറുതെ ഈസി ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊരു കട്ടർ അവരുടെ കയ്യിലുണ്ട്.